ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ആരോഗ്യമാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചോളുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ആരോഗ്യമാണ്. ആരോഗ്യത്തിൻ്റെ വില അറിയണമെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് എന്തറിയുന്നത്? ആരോഗ്യത്തിൻ്റെ വില അറിയുന്നത്. പോട്ടെ, ഒരു ചെറിയ പനി വരുമ്പോൾ അറിയാം നമുക്ക് ആരോഗ്യത്തിൻ്റെ മഹത്വം എത്രയോ വലുതായിരുന്നു. ആരോഗ്യമുള്ള ജനത ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്താണെന്നാണ് കേട്ടോ. ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേകം ശ്രദ്ധയുള്ളവർ ആയിരിക്കണം. ആരോഗ്യ പരിപാലനത്തിന് നമുക്ക് എന്തുണ്ടായിരിക്കണം? എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു ആരോഗ്യ പരിപാലനം എന്ന് പറഞ്ഞു. ആരോഗ്യ പരിപാലനത്തിനായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ്, പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് നല്ല ഉറക്കം. നല്ല ഉറക്കമുണ്ടായിരിക്കണം എന്നാണ്. ഒരു മനുഷ്യന് 7 മുതൽ 8 മണിക്കൂർ വരെ, 7 മുതൽ മിനിമം 7 മാക്സിമം 8 മണിക്കൂർ വരെ രാത്രിയിൽ ഉറങ്ങണമെന്നാണ് കേട്ടോ. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പലവിധ രോഗങ്ങളിലേക്ക് പോകുമെന്നാണ് കേട്ടോ. മനുഷ്യൻ്റെ ഉറക്കം കുറയുമ്പോൾ എന്ത് ചെയ്യും? അത് സ്വാഭാവികമായിട്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് മനുഷ്യൻ എന്തുണ്ടായിരിക്കണം? നല്ല ഉറക്കമുണ്ടായിരിക്കണം. നല്ല ഉറക്കം, നല്ല 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ മനുഷ്യന് കഴിയണം കേട്ടോ. പലർക്കും ഉറക്കക്കുറവ് മൂലം പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ചിന്തകൾ നമുക്കുണ്ടായിരിക്കണം. നല്ല ചിന്തകൾ അത് തെറ്റായ ചിന്തകൾ നമ്മളുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്തു? തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സമാധാനം കെടുത്തുകയും നമ്മുടെ ഉറക്കം നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് അമിത ചിന്തകൾക്കോ അല്ലെങ്കിൽ മോശം ചിന്തകൾക്കോ നമ്മളുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അമിത ചിന്തകൾ നമ്മളുടെ ഉറക്കം കെടുത്തുവെന്നാണ്. അതുകൊണ്ട് അത് പാടില്ല, ആവശ്യം കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അനാവശ്യമായ ചിന്തകൾക്ക് നമ്മളുടെ മനസ്സിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ശാരീരിക ആരോഗ്യത്തെ തകർത്തു കളയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് വ്യായാമം കേട്ടോ. ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക കേട്ടോ. വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു വ്യായാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നടത്തം കേട്ടോ. രാവിലെ ഒരു പ്രഭാത സവാരി നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു വ്യായാമം തന്നെയാണ് കേട്ടോ. രാവിലെ പ്രഭാത സവാരി നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യായാമം തന്നെയാണ്. നമുക്കറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യായാമ മുറകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ട്രെയിനറുടെ സഹായമില്ലാതെ ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഗുണത്തേക്കാളേറെ ചിലപ്പോൾ അപകടമായി മാറും കേട്ടോ. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യായാമ മുറകളൊക്കെ ട്രെയിനറുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കോമൺ ആയിട്ടുള്ളൊരു വ്യായാമം എന്ന് പറയുന്നത് എന്താണ്? നടത്തം കേട്ടോ. മോർണിംഗിലായാലും അല്ലെങ്കിൽ ഈവനിങ്ങിലായാലും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന് വളരെ പ്രയോജനമാണ്, അല്ലെങ്കിൽ ശരീരത്തിന് വളരെ ഗുണദായകമാണെന്നാണ് കേട്ടോ. ഗുണദായകമാണ്, അല്ലെങ്കിൽ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് നേടിയിട്ടും കാര്യമില്ലെന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെയൊക്കെ ആരോഗ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക.